ഹലോ. അപ്പോൾ ഇന്ന് ഉത്രാടപ്പാച്ചിലായതുകൊണ്ട് എനിക്ക് കുറച്ച് തിരക്കായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ ഇന്ന് ഗസ്റ്റല്ല, എൻ്റെ സ്വന്തം അനിയത്തിയാണ്. കല്യാണം കഴിഞ്ഞാൽ ഒരു വിരുന്നിന് വരും കേട്ടോ. അപ്പോൾ ചേട്ടൻ എന്തായാലും അടുത്ത ആഴ്ച തിരിച്ച് ദുബായിലേക്ക് പോകും. അപ്പോൾ അതിനു മുമ്പ് അവരെ വിരുന്നിന് വിളിച്ചു. അത് ഉത്രാടത്തിൻ്റെ അന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവർക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളായിട്ട് ഉണ്ടാക്കിയത് മോര് കറിയും അതുപോലെ കാബേജ് തോരനും ചിക്കൻ ഫ്രൈയും ബീഫ് കറിയും മീൻ കറിയും പപ്പടവും അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സേമിയ പായസവും പിന്നെ കപ്പപ്പുഴുക്കും കേട്ടോ ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽ. അങ്ങനെ എല്ലാം ഉണ്ടാക്കിയാൽ വെച്ചാണ്. തലേ ദിവസം തന്നെ ഞാൻ കുറച്ചൊക്കെ ചെയ്ത് വെച്ചായിരുന്നു. അതുകൊണ്ട് പിറ്റേ ദിവസം വളരെ എളുപ്പമായി. കൂടെ ചേട്ടൻ്റെ അമ്മയും സഹായിക്കാനുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കുറച്ച് എളുപ്പത്തോടെ എല്ലാം റെഡിയാക്കി. ഒരു 10 മണിക്ക് മുമ്പായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കി. അവർക്ക് കുടിക്കാനുള്ള വെള്ളവും വരെ ഞാൻ വരുമ്പോൾ തന്നെ നമ്മൾ ഡ്രിങ്ക്സ് കൊടുക്കുമല്ലോ, അതുവരെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടാക്കി വെച്ച ചേട്ടനാട്ടോ, ചേട്ടനാണ് സഹായിച്ചത്. അപ്പം അങ്ങനെ എല്ലാം കാലാക്കി അവർക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അവരൊരു 1 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാട്ടോ അവർ വന്നത്. വന്ന ഉടനെ ഡ്രിങ്ക്സൊക്കെ കൊടുത്തിട്ട് ഞാൻ ഫുഡ് കൊടുത്തു. കാരണം ഇന്ന് ശരിയാവില്ലാത്തതുകൊണ്ട് ഞാൻ ഫുഡ് കൊടുത്തു.